ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 79. നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീ തിലകശനകൈസ്തൃട്യത ഇവ ചിരം തേ മധ്യസ്യ ത്രുടിതതടിനീ തീരതരുണാ സമാവസ്ഥാസ്ഥേമ്നോ ഭവതു കുശലം ശൈലതനയേ. അതീവ കൃശമായിരിക്കുന്ന നിന്തിരുവടിയുടെ മധ്യപ്രദേശത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലയോ നാരീതിലകമായ പാർവതി, അവിടുത്തെ ഉടലിൻ്റെ മധ്യപ്രദേശം സ്വാഭാവികമായി അതീവ കൃശമാണ്. നിന്തിരുവടി ലോകമാതാവേ, അവിടുത്തെ സ്തനങ്ങളുടെ ഭാരത്താൽ നിന്തിരുവടിയുടെ മധ്യപ്രദേശം പതുക്കെ ഒടിഞ്ഞു പോകുമോ എന്ന് തോന്നും വിധം കുനിഞ്ഞ മൂർത്തിയോടെ, അതായത് കുനിഞ്ഞ ശരീരത്തോടു കൂടി ശ്രമപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഈ ലാവണ്യാതിശയത്തെ കരയിടിഞ്ഞ നദീതീരത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോടെ ഉപമിച്ചിരിക്കുന്നു. അവയും തീരമിടിഞ്ഞ് നദിയിലേക്ക് വീണു പോകുമോ എന്ന് തോന്നും വിധം താഴേക്ക് നിന്നാലും അവ സ്ഥിരതയോടെ ഇരിക്കുന്നു. അതേപോലെ എപ്പോഴും അല്പം നമ്രമൂർത്തിയായിരിക്കുന്ന നിന്തിരുവടിയുടെ മധ്യപ്രദേശം ബഹുകാലം ക്ഷേമം ഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് കവി പറയുകയാണ്. നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീ തിലകശനകൈസ്തൃട്യത ഇവ ചിരം തേ മധ്യസ്യ ത്രുടിതതടിനീ തീരതരുണാ സമാവസ്ഥാസ്ഥേമ്നോ ഭവതു കുശലം ശൈലതനയേ. ശ്ലോകം 80. കുജൗ സദ്യസ്യുദ്യത്തടഘടിതകൂർപ്പാസഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാ തവത്രാദുംഭംഗാദ് അലമിതി വലഗ്നം തനുഭുവാ ത്രിധാനദ്ധം ദേവി ത്രിവലിലവലീ വല്ലിഭിരിവ. ജഗന്മാതാവായ ശ്രീദേവിയുടെ മധ്യപ്രദേശത്തെ 3 വളവുകൾ, അത് ത്രിബലികൾ എന്നു പറയുന്നു. അതീവ സൗന്ദര്യത്തിൻ്റെ അടയാളമാണ് ഈ ത്രിബലികൾ എന്ന് പറയുകയാണ്. അല്ലയോ ജഗന്മാതാവേ, എൻ്റെ അമ്മേ, അപ്പോൾ തന്നെ വിയർക്കുന്ന സ്തനതടത്തിൽ കെട്ടപ്പെട്ട കഞ്ചുകത്തെ പിളർക്കുന്നവയും ബാഹുമൂലങ്ങളിൽ ചെന്ന് മുട്ടുന്നവയും സുവർണ കുംഭങ്ങൾ പോലെ ശോഭിക്കുന്നവയുമായ നിന്തിരുവടിയുടെ സ്തനങ്ങളെ നിർമ്മിച്ച മന്മഥൻ ഈ കൃശമായ മധ്യപ്രദേശത്തെ ഒടിഞ്ഞു പോകാതെ രക്ഷിപ്പാനായി ത്രിവലികളാകുന്ന ലവലീ വള്ളികളാൽ 3 ചുറ്റിട്ട് കെട്ടിയിരിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം ഈ 3 വലികൾ ശോഭിക്കുന്നു എന്ന് സന്ദേശിക്കുകയാണ് ഇവിടെ. സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വലിത്രയ എന്ന് ലളിതാ സഹസ്രനാമവും പറയുന്നു. കുജൗ സദ്യസ്യുദ്യത്തടഘടിതകൂർപ്പാസഭിദുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയതാ തവത്രാദുംഭംഗാദ് അലമിതി വലഗ്നം തനുഭുവാ ത്രിധാനദ്ധം ദേവി ത്രിവലിലവലീ വല്ലിഭിരിവ. ശ്ലോകം 81. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതിഃ പാർവതി നിജാദ് നിദംബാദാച്ഛിദ്യ ത്വയി ഹരണരൂപേണ നിദധേ അധസ്തേ വിസ്തീർണോ
ഗുരുരയമശേഷം വസുമതീം നിദംബപ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതിഃ പാർവതി നിജാത് നിദംബാദാച്ഛിദ്യ ത്വയി ഹരണരൂപേണ നിദധേ അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം നിദംബപ്രാഗ്ഭാരസ്ഥഗയതി ലഘുത്വം നയതി ച. ലോകത്തിൽ ഗുരുത്വവും വിസ്താരവും ഒന്നിച്ചിരിക്കുന്നത് ഭൂമിയിൽ മാത്രമാണ്. ഹിമവാൻ ഭൂമിയെ ധരിച്ചിരിക്കുന്നതിനാൽ ഭൂമിയേക്കാൾ അധികം ഗുരുത്വവും വിസ്താരവും ഹിമവാനാണെന്ന് അതിശയോക്തിയോടെ പറയുകയാണിവിടെ. അല്ലയോ പർവ്വതരാജപുത്രിയായ പാർവതി, പർവ്വതരാജനായ ഹിമവാൻ തൻ്റെ നിതംബ പ്രദേശത്തു നിന്നു ഗുരുത്വത്തെയും വിസ്താരത്തെയും എടുത്ത് നിന്തിരുവടിക്ക് സ്ത്രീധനമായി തന്നു. ഇത് കാരണം നിന്തിരുവടിയുടെ പിൻഭാഗം വിശാലമായും തടിച്ചതായും ഭവിച്ചിരിക്കുന്നു. ഇത് കാരണം കൊണ്ട് സമസ്ത ഭൂമണ്ഡലത്തെയും മറയ്ക്കുവാനും ലഘുവാക്കുവാനും അവിടുത്തേക്ക് കഴിയുന്നു. അമ്മയുടെ ഓരോ അംഗങ്ങളും പ്രകൃതിയിലെ ഓരോ അടയാളമാണെന്ന് പറയുന്നുണ്ട്. കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണെന്നും പുരികക്കൊടികൾ സന്ധ്യകളാണെന്നും അമ്മയുടെ ശ്രവണം അനിലനാണെന്നും കണ്ണുകൾ അടച്ചു തുറക്കുന്നത് ദിനരാത്രങ്ങളാണെന്നും ഒക്കെ പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭൂമി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സ്വയം വിശ്വമായി തന്നെ തീർന്ന ജനനിയുടെ ശരീരത്തിൻ്റെ പിൻഭാഗം ഭൂമിയാണെന്ന് പറയുന്നു. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതിഃ പാർവതി നിജാത് നിദംബാദാച്ഛിദ്യ ത്വയി ഹരണരൂപേണ നിദധേ അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം നിദംബപ്രാഗ്ഭാരഃ സ്ഥഗയതി ലഘുത്വം നയതി ച. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ